എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്തൊരു സമയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കുട്ടി സഖാക്കൾ എന്ന ആ കുട്ടികളുടെ വീഡിയോസാണ് കേട്ടോ. ആദ്യം നമ്മൾ എല്ലാവരും കണ്ടതായിരിക്കും, പക്ഷെ കാണാത്തവർ ഒന്ന് ആ വീഡിയോ കണ്ടാലോ. സഖാക്കൾ എന്താ പാട്, സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്താണ് ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നെ ഇങ്ങടെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാണേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. ഇവിടെ എങ്ങനെയുണ്ട് ആ വീഡിയോസ്? ഇഷ്ടപ്പെട്ടില്ലേ? സത്യത്തിൽ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാം, ആ ചെറിയ മോന് ആ വീഡിയോ പിടിച്ചിട്ട് ഓൻ ആ ക്യാമറയിൽ കുടുങ്ങാൻ വേണ്ടിക്കിൽ അടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അവൻ്റെ പെങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ അയൽവാസി ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കും, അവളെ വിളിച്ചിട്ട് നീ ഒന്ന് ഈ ഫോണ് പിടി, എൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അവനോട് ആ മകനോട് നല്ലൊരു സ്നേഹം തോന്നി കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, ഒരുപാട് പേര് ആ കുട്ടികളെ ഇതിൽ വന്നിട്ട് ലാൽ സലാം സഖാക്കളെ ഒരുപാട് കമൻറ്റ്, നമ്മളെ റിയാസ്, അതുപോലെ തന്നെ നമ്മളെ പിണറായി വിജയൻ, അങ്ങനെ ഒരുപാട് പേര് ആ കുട്ടികൾക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതൊക്കെ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതിലൊരു വീഡിയോയിൽ അവരുടെ പാരൻസ് പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ആ അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയത്, അല്ലെങ്കിൽ അക്കൗണ്ട് എന്ത് ചെയ്തു എന്നൊക്കെ ഞങ്ങൾ നോക്കുന്നു. ആ കുട്ടികളുടെ പാരൻസിനോട് എനിക്ക് ഒന്നേ പറയാമല്ലോ, കളങ്കമില്ലാത്ത മനസ്സുകളുള്ള ചെറിയ കുട്ടികളാണ് കേട്ടോ, മക്കളാണ്. 10, 12, 11, 13, 12 ഒക്കെ വയസ്സുള്ള ആ പിഞ്ചു മക്കളാണ്. അവർക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. അപ്പോൾ പേരൻസിനോട് പറയുന്നത് അവരുടെ ഭാവി കളയരുത്. കാരണം രാഷ്ട്രീയം വേണം. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ഈ ചെറിയ മക്കൾക്കൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും രാഷ്ട്രീയമില്ല എന്ന്. LP, UP ഇങ്ങനെയുള്ള സ്കൂളുകളിലൊന്നും അത് രാഷ്ട്രീയമില്ല അല്ലേ? ഹൈസ്കൂൾ മുതലാണ് രാഷ്ട്രീയം തന്നെ. ചില കോളേജുകളിലൊക്കെ ഇപ്പോൾ അത് എടുത്തു കളഞ്ഞതൊക്കെ കാലങ്ങൾ ഞാനും നിങ്ങളും അറിയുന്നതാണ്. അപ്പോൾ മക്കൾക്ക് നല്ല ഭാവിയുണ്ട്. അവരെന്താക്കുക, ആ ഭാവി പ്രോത്സാഹിപ്പിച്ചിട്ട് നല്ല പഠിക്കാനുള്ള, നല്ല ഉയരങ്ങളിലെത്തിക്കാൻ നോക്കുക. പേരൻസിനോട് എനിക്ക് അതേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് പറയുക, രാഷ്ട്രീയം വേണ്ടെന്നല്ല, അവരൊക്കെ പഠിച്ച് നല്ലൊരു മക്കളായി, നല്ല ഭാവിയുള്ള മക്കളാണ്. അവരുടെ ഭാവി നഷ്ടപ്പെടുത്തരുത്. അവർ നല്ല ഉയരങ്ങളിലെത്തട്ടെ. എല്ലാവരോടും പറയുന്നത് നല്ല ഉയരങ്ങളിലെത്തട്ടെ. എത്തിയതിന് ശേഷം പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പം അതിനെക്കുറിച്ചൊന്നും എന്താക്കണ്ട, ആരും കുത്തിമാന്തണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ റിയാസിനെ പോലെ, മന്ത്രി റിയാസിനെ പോലെയൊക്കെ ഉള്ളവരൊക്കെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പുച്ഛം തോന്നുന്നുണ്ട് ചില സമയത്തല്ലേ. ഈ ആപ്പ് പൂട്ടിച്ചതിന് മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഒക്കെ കുറ്റം പറയുന്ന നേതാക്കന്മാരോടൊക്കെ പറയാനുള്ളത്, അവരൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മക്കൾ പഠിക്കട്ടെ. എനക്കും നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? 13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആ പുഞ്ചിരിയുള്ള മക്കളാണ് കേട്ടോ. അപ്പോൾ എന്താക്ക്, ആരും അതിനെക്കുറിച്ച് എന്താക്കണ്ട. അത് കുത്തിപ്പോക്കുന്നതിലും നല്ലത്, അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ല ഭാവിയുള്ള മക്കളാണ്. അവരുടെ ഭാവി നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.